വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡോക്ടറും വേണ്ടത്ര ജീവനക്കാരും ഇല്ലാതെ രോഗികൾ വലയുന്നതായി പരാതി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന മാസങ്ങൾ പിന്നിടുമ്പോഴും നടപടി ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം അപ്ലയൻസസുകൾക്ക് ഇനി വണ്ടിപ്പെരിയാറിൽ പുതിയ പേര്. സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. 18 വർഷക്കാലം മൊബൈൽ ഫോൺ വിപണന രംഗത്ത് ജനഹൃദയങ്ങൾ കീഴടക്കിയ സെൽ പോയിന്റിൽ ഹോം അപ്ലയൻസസുകളുടെ അതിവിശാലമായ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ലോകോത്തര നിലവാരമുള്ള പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, AC, എയർ കൂളർ തുടങ്ങി ഹോം അപ്ലയൻസസുകളും ക്രോക്കറി ഐറ്റംസ്, സ്റ്റീൽ പാത്രങ്ങൾ കൂടാതെ ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ഇപ്പോൾ ഒരു കുടക്കീഴിൽ. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിവിപുലമായ ഓഫറുകളും നിങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം 0 ഡൗൺ പേയ്മെന്റിൽ EMI-യിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും സൗകര്യം. ഇനി വണ്ടിപ്പെരിയാറിൽ ഹോം അപ്ലയൻസസുകൾക്ക് ഒരേ ഒരു പേര്. സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, അസംഷൻ ദേവാലയത്തിന് എതിർവശം, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. എന്നാൽ ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരും ഡോക്ടറും ഇല്ലാത്തതിനാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നതും. രാവിലെ തൊട്ട് ഞങ്ങൾ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ ഉള്ളൂ, ഇത്രയും പേരില്ല. അവിടെ പോയാലും മരുന്ന് കിട്ടുന്നില്ല, ഇവിടെ പോയാലും മരുന്ന് കിട്ടും. ഇതിനൊക്കെ അടിയന്തരമായിട്ട് ഒരു തീരുമാനം ഉണ്ടാകും. ഇത് ഒരു ഡോക്ടർ കൊണ്ട് ഒരു 10,000 പേരെ അവിടെ നിൽക്കുന്നത്. ഞങ്ങളിത് മണി 12 ഇനി എപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ പോകണ്ടേ? രാവിലെ 9 മണിക്ക് ഓപ്പി ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നിൽക്കുക. അതുപോലെ ഭയങ്കര തിരക്കാണ്. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേനും ഒരു ഡോക്ടറേ ഉള്ളൂ. പിന്നെ OP-യിലും ഭയങ്കര തിരക്കാണ്, ഫാർമസിയിലും ഭയങ്കര തിരക്കാണ്. ഫാർമസിയിലാണെങ്കിലും ഒരാളെ പിന്നെ ടാബ്ലറ്റൊക്കെ കൊടുക്കാൻ ആളുണ്ട്. പ്രായം ചെന്നവർ ഒരുപാട് പേരുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് ഏതാണ് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ബന്ധപ്പെടണമെന്നാണ് നമ്മുടെ ഇടപെടണമെന്നാണ് നമ്മുടെ. ഈ വിഷയത്തിൽ മുൻപ് സമരം നടത്തിയ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഈ ആശുപത്രിയുടെ നിയന്ത്രണം. അധികാരത്തിൽ വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നാളിതുവരെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ആരോപണം ഉയരുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.